ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമുക്ക് കുറഞ്ഞ സ്പേസാണ് നമ്മുടെ വീടിൻ്റെ അകത്തുള്ളതെങ്കിൽ നമുക്ക് കിച്ചണിൻ്റെ ഏരിയയിൽ നമുക്ക് വാഷിംഗ് മെഷീൻ എങ്ങനെ കൊടുക്കാം, അതിൻ്റെ പവർ പ്ലഗ് കാര്യങ്ങളൊക്കെ എങ്ങനെ കൊടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത്. നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ വാഷിംഗ് മെഷീൻ്റെ വേസ്റ്റ് ലൈൻ പോകുന്ന താഴെ 1.5 ഇഞ്ച് പൈപ്പ് കൊടുത്തിരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മളതിൻ്റെ ടാപ്പ് 150 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് അതിൻ്റെ ടാപ്പ് കൊടുത്തിരിക്കുന്നത്. വാഷിംഗ് മെഷീന് വേണ്ടിയുള്ള ടാപ്പ് കൊടുത്തിരിക്കുന്നത്. കാരണം കിച്ചണിലെ സ്പേസ് വീടിൻ്റെ അകത്ത് സ്പേസ് വളരെ കുറവായതുകൊണ്ടാണ് നമ്മൾ കിച്ചണിൻ്റെ ഏരിയയിലേക്ക് നമ്മൾ വാഷിംഗ് മെഷീൻ കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നത്. അത് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിങ്കിൻ്റെ സൈഡിൽ സ്ലാബുണ്ട്. ആ സ്ലാബിൻ്റെ സൈഡിലായിട്ടാണ് നമ്മൾ വാഷിംഗ് മെഷീൻ അവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ അതിൻ്റെ പവർ പ്ലഗ് വരുന്നത്, പവർ പ്ലഗ് ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. പവർ പ്ലഗ് വരുന്ന സർക്യൂട്ട് കാര്യങ്ങൾ, ഫേസ്, ന്യൂട്രൽ, എർത്ത്, ഇതെല്ലാം വരുന്നത് നേരെ DBയിൽ നിന്നാണ് വരുന്നത്. 20 ആംസിൻ്റെ സ്വിച്ചും അതുപോലെ തന്നെ 16 ആംസിൻ്റെ പ്ലഗ്ഗുമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നമ്മൾ 16 ആംസിൻ്റെ പ്ലഗ്ഗും 16 ആംസിൻ്റെ സ്വിച്ചും ആയാലും മതി. ഇതിപ്പോൾ 16 ആംസ് സ്വിച്ച് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ 20 ആംസിൻ്റെ സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. 1 വേ സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്, പവർ പ്ലഗ്ഗാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഗോൾഡ് മെഡലിൻ്റെ കർവ് എന്ന മോഡലാണ് കൊടുത്തിരിക്കുന്നത് തന്നെ. ആദ്യമേ തന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സർക്യൂട്ട് വലിച്ചിരിക്കുന്ന എർത്ത് വന്നിരിക്കുന്നത് പച്ച വയർ. ഈ പച്ച വയർ നേരെ വന്നതിന് ശേഷം സെൻറ്ററിൽ കാണുന്ന പ്ലഗ് സോക്കറ്റിൻ്റെ സെൻറ്ററിൽ കാണുന്ന ആ സ്ഥലത്തേക്കാണ് നമ്മൾ കൊടുക്കുന്നത്. എർത്ത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുന്നത്. പിന്നെ ന്യൂട്രലുകൾ കംപ്ലീറ്റ്, ന്യൂട്രൽ ഇവിടെ കയറി ഇറങ്ങി പോകുന്നതുകൊണ്ട് രണ്ട് സർക്യൂട്ട് കയറി ഇറങ്ങി പോകുന്നതുകൊണ്ട് ന്യൂട്രലുകളെല്ലാം കോമൺ ചെയ്തതിന് ശേഷം പ്ലഗ് സോക്കറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നതിൻ്റെ കൂടാതെ തന്നെ ഇൻഡിക്കേറ്ററിൻ്റെ ഒരു സ്വിച്ച്, ഇൻഡിക്കേറ്ററിൻ്റെ ലൈറ്റ് വരുന്നുണ്ട്. ആ ലൈറ്റിൻ്റെ ന്യൂട്രൽ നമ്മൾ അതിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്തു. അതായത് ഇൻഡിക്കേറ്ററിന് വരുന്നതിന് സ്വിച്ച് ഇടുമ്പോൾ ഓൺ ചെയ്യുന്ന ഇൻഡിക്കേറ്റർ, അതായത് ലൈറ്റ് തെളിയുന്നതിന് ആ ഇൻഡിക്കേറ്ററിൻ്റെ LED വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിന് ന്യൂട്രൽ നമ്മൾ അതിൽ നിന്ന് കൊടുത്തു. പിന്നെ ഫേസ് വരുന്നത് നേരെ സ്വിച്ചിലേക്കാണ് കൊടുക്കുന്നത്. ഇവിടെ വന്നതിന് ശേഷം അതിനുശേഷം ഫേസ് കൺട്രോൾ ചെയ്ത് പോകുന്ന അപ്പുറത്തെ സ്വിച്ച്, അതായത് ഫേസ് കൺട്രോൾ ചെയ്ത് പോകുന്ന ലെങ്ത്തിൽ നിന്ന് നേരെ വരുന്നത് നമ്മുടെ ഇപ്പുറത്തെ സെക്ഷനിലേക്ക് കണ്ടോ. നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ നമ്മുടെ റൈറ്റ് സൈഡ് പ്ലഗ് സോക്കറ്റിൻ്റെ റൈറ്റ് സൈഡിലേക്കാണ് എപ്പോഴും ഫേസ് കൊടുക്കേണ്ടത്. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഏത് ഡിവൈസ് നമ്മൾ വാങ്ങിച്ചാലും, ഫ്രിഡ്ജോ വാഷിംഗ് മെഷീൻ എന്ത് ഡിവൈസ് വാങ്ങിച്ചാലും റൈറ്റ് സൈഡ് ആയിരിക്കണം ഫേസ്. L എന്ന് മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കണ്ട. റൈറ്റ് സൈഡ് L എന്ന് മാർക്ക് ചെയ്യേണ്ട, ലെഫ്റ്റ് സൈഡ് N എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ റൈറ്റ് സൈഡ് ആയിരിക്കും നമ്മൾ L എന്ന് മാർക്ക് ചെയ്ത്, അത് ഫേസ് ആണ് ഉദ്ദേശിക്കുന്നത്. അത് മാറിപ്പോവാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതുകൊണ്ട് റൈറ്റ് സൈഡ് എപ്പോഴും ഒരു ഡിവൈസിൻ്റെ പ്ലഗ് സോക്കറ്റ് കണക്ട് ചെയ്യുന്ന സമയത്ത് റൈറ്റ് സൈഡ് ഫേസ് കൊടുക്കാൻ നല്ലതാണ്, ഏറ്റവും നല്ലത്. ലെഫ്റ്റ് സൈഡ് ന്യൂട്രൽ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. സ്റ്റാൻഡേർഡ് അതാണ്, അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. സേഫ്റ്റി അതുപോലെ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് വെച്ചാൽ വാഷിംഗ് മെഷീന് വേണ്ടിയിട്ട് അതിൻ്റെ വേസ്റ്റ് ലൈൻ താഴെ കൊടുത്തു. വേസ്റ്റ് ലൈൻ നേരെ താഴെ കൊടുത്തതിന് ശേഷം നമ്മുടെ സിങ്കിലായിട്ട് കണക്ട് ചെയ്ത് സിങ്കിൻ്റെ ലെവലിലേക്ക് പോകുന്നുണ്ട്. ആ സിങ്കിൻ്റെ ഏരിയയിലാണ് നമ്മൾ സ്പേസ് കുറയായതുകൊണ്ട് കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ ടാപ്പ് കൊടുത്തു. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ സപ്ലൈക്കുള്ള ഓപ്ഷൻ കൂടി കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് കിച്ചണിൽ എങ്ങനെ വാഷിംഗ് മെഷീൻ്റെ ഏരിയ നമുക്ക് ചെറിയൊരു ഏരിയയിൽ റെഡിയാക്കി എടുക്കാമെന്നും ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുകൊണ്ട് ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.